ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മോളൂസിൻ്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ അരികളൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വന്നാൽ മാറണമെങ്കിൽ കുറേ ദിവസം പിടിക്കുമല്ലോ. ചുമ വന്നില്ല സംസാരിക്കുമ്പോഴത്തേനും ഒരു പരട്ട ചുമ വരും. അതാണ് ഒരു കുഴപ്പം ഇല്ലേ. ഞാൻ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഈ ചുമ സമ്മതിക്കത്തില്ല. ചുമച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സംസാരം തുടങ്ങുമ്പോഴത്തേക്കും ചുമ വരും. ഇതെല്ലാം ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേനും കണ്ണിലോട്ട് മയക്കം കയറുമ്പോഴത്തേനും എവിടെ നിന്നെങ്ങാണ്ടൊക്കെ ചുമ കയറി വരും. അത് തന്നെ ഒരു നല്ല പുട്ടിന് കൊടുക്കാഞ്ഞിട്ടല്ലേ ചുമക്കിട്ട്. എന്തായാലും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി പിറകിയൊക്കെ തിന്ന് എന്തായാലും മാറി കേട്ടോ. ഒത്തിരി വ്യത്യാസമായി. സജി സ്മിതയോട് എന്ന് പറഞ്ഞത്, എടി ആൻറ്റിയുടെ ചുമ അപ്പുറത്ത് ഈ വീടിൻ്റെ അപ്പുറത്തെ വീടാന്ന് ഓർത്താണ് കേട്ടോ. പറന്ന് കേൾക്കാം. ഭയങ്കര ചുമയടി ആൻറ്റി കിടന്നത് ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. സ്മിത ഫോൺ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു എന്നാ ആൻറ്റി ചുമ പറഞ്ഞിരുന്നത്. എനിക്ക് ചുമ അങ്ങനെ പിടിക്കുന്നതല്ല, എനിക്ക് പേടിയേ ചുമ. കാരണം ചുമയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ഈ പ്രാവശ്യം ചുമയെല്ലാം പിടിച്ചു, കുഴപ്പമില്ല, എന്നാലും മാറി, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കേട്ട് കുറേ ദിവസങ്ങളായി. നിലവിൽ ഓരോ ശരീരം അനങ്ങിയിട്ട് കുറച്ച് ദിവസമായത് വേണം പറയാനായിട്ടല്ലേ. പിള്ളേർ ആ കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ എല്ലാവരോടും ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. തോന്നുമ്പോൾ എപ്പോഴും ഒരു വന്നൊക്കെ ആയിരുന്നു ഒരു ദിവസം എൻ്റെ ഭക്ഷണം. എന്നിട്ടും വല്ല കുറവുണ്ടോയെന്ന് കണ്ടോ. ഇതാണ് പച്ചവെള്ളം കുടിച്ചാലും മനസ്സ് നന്നായിരുന്നാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ. പക്ഷേ എവിടോട്ടൊക്കെ തള്ളിയിട്ട് അവിടെ കിടക്കും കേട്ടോ. ആരോഗ്യത്തില്ല, കാര്യമൊക്കെ ശരിയാ. എന്തായാലും നമ്മൾ ഒന്നിനും പുറകോട്ട് നിൽക്കത്തില്ല. നമ്മളെ പറ്റുന്ന രീതിയിലൊക്കെ ഇതായിട്ട് തന്നെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കും അല്ലേ. അപ്പം ഇന്ന് ഇച്ചിരി മുമ്പേ വരെ മഴ ഇങ്ങനെ ചാരി നിൽക്കുമായിരുന്നു കേട്ടോ. അത് ഇനിയിപ്പം പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മൂടിക്കെട്ടിയൊക്കെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടലും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ. എല്ലാ പിള്ളേർ സ്കൂളിൽ പോകുന്ന പഠിത്തമുള്ള മക്കളുടെ അമ്മമാർക്കും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. എന്നാലും എൻ്റെ ഈ വയ്യാഴികയുടെ സമയത്ത് ഒത്തിരി അധികം പേര് വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ കോളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സംസാരിക്കുമ്പോൾ എനിക്ക് ചുമ വരും, അത് അവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കുറേ കോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ളവരോടൊക്കെ ക്ഷമിക്കുക, സോറി. നമ്മൾ ഇനി ഇടയ്ക്ക് നല്ല പവറായിട്ട് വരുമ്പോൾ എടുത്തോളാം കേട്ടോ ഫോണൊക്കെ. എന്ത് വേറെ ആൾക്കാരെ വിളിക്കണമെന്നറിയോ. അപ്പം ഞാൻ മനസ്സിൽ ഓർക്കും ഇത്രയധികം ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ വിളിക്കുന്ന അത്രയും കട്ട സപ്പോർട്ട് ചെയ്യും. മറ്റേ വീഡിയോയിൽ കാണാനോട് കൂടി കേട്ട് പോകട്ടെ കേട്ടോ. വീഡിയോ വ്യൂസ് ചാനൽ കുറവുണ്ട്, പക്ഷെ വിളിക്കുന്നവരെല്ലാം തന്നെ അത്യാവശ്യം കാണുന്നവരായിരിക്കാം. ബിഗ് ബോസ് ഒന്ന് കഴിഞ്ഞാലേ ഇനി നമ്മുടെ ഇത് വരത്തോളം തോന്നുന്നു, കയറി വരത്തോളം തോന്നുന്നു ചാനൽ. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ടല്ലേ, സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനലുള്ളതുകൊണ്ടല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഇങ്ങനെ എന്നാ പറഞ്ഞ ആശ്വാസ വാക്കുകളും ഒക്കെ എനിക്ക് കിട്ടുന്നത്, സമ്മാനങ്ങളും ഒക്കെ കിട്ടുന്നത് അല്ലേ. സന്തോഷവും സമാധാനവും ഒക്കെ ഒരു പരിധിവരെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി കിച്ചണിലൊക്കെ കിട്ടുക. പിന്നെ സിറ്റൗട്ട് മൊത്തം പട്ടി എന്നാ പറഞ്ഞ് ചവിട്ടി നാറ്റിച്ച് നശിപ്പിച്ചിട്ടേക്കുക. മിറ്റമൊക്കെ തൂക്കണം. ചേട്ടായി ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോയിക്കുന്നത് ഇന്നും കൂടി ഇവിടെ ഇരുന്നോളന്നൊക്കെ. പക്ഷേ അപ്പടി ഇതായിട്ട് കിടക്കുന്നു. അപ്പം മഴയില്ലാത്ത സമയം നോക്കി പെട്ടെന്ന് മിറ്റവും തൂക്കണം. സിറ്റൗട്ട് മാത്രം തുടയ്ക്കണം. പരിക്കാവൊന്നും തൂക്കുകയും തുടയ്ക്കുകയും ചെയ്യുന്നില്ല. 2 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് കുറേശ്ശെ ചെയ്യാം, ഒരുമിച്ച് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള കയറി പാചകം ചെയ്തിട്ട് കുറേ ദിവസമായി. ഇന്നെന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് ചേട്ടായി എന്തെങ്കിലും ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലും ഒരു കറിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടുണ്ടാക്കി വെക്കാം അല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് പോയി വീഡിയോ കാണാം അല്ലേ. വായോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണണം. ഞാൻ എങ്ങോട്ടേക്ക് ഇറങ്ങിയാലും ഇപ്പോഴത്തെ എൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണെന്നറിയോ. അങ്ങോട്ട് പറയാലും ഇങ്ങോട്ട് പറയാനെല്ലാം ഉണ്ട്. ബഡ്സ് ഒരെണ്ണം കാണും. പിന്നെ ഇപ്പം ഈ നൈറ്റിക്കൊന്നും പോക്കറ്റില്ല അല്ലെ. പോക്കറ്റുള്ള നൈറ്റിയാണെങ്കിൽ അങ്ങനെ അതിനും. പിന്നെ നമ്മുടെ വിക്സിൻ്റെ മൂക്കിട്ട് അത് വലിക്കുന്നത്. പിന്നെ നമ്മുടെ വിക്സ് മുട്ടായി ഈ സാധനത്തിലൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് സിൽസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോഴാണ് വിക്സ് തുടങ്ങിയത്. വിക്സ് എനിക്ക് അത്രയ്ക്ക് വലിയൊരു ഇഷ്ടമില്ല മുട്ടായി. പിന്നെ സ്റ്റെപ്പ് സിൽസ് കഴിഞ്ഞതിൻ്റെ പേര് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇപ്പം 2 ദിവസം ഇന്നലെ മുതൽ ഇതാണ് കഴിക്കുന്നത്. പിന്നെ ഇതും ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ചേട്ടായി കയ്യിൽ എങ്ങനെയാണെന്നറിയാമോ. ചേട്ടായി 24 മണിക്കൂർ ഈ ബഡ്സ് പിടിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ കിളിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് അതിഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ഈ ജലദോഷം അസ്വസ്ഥതയൊക്കെ വരുമ്പോഴല്ലേ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കുളിച്ചിട്ട് കഴിയുമ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ ഞാൻ ബഡ്സ് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ചേട്ടാ അങ്ങനെയല്ലേ, എല്ലാം രാത്രിയിൽ കിളിക്കൊണ്ടിരിക്കുവേ.
എന്നിട്ട് ചേട്ടാ പറഞ്ഞ ഒരു കാര്യമുണ്ടോ, എൻ്റെ സിന്ധു എന്നെ മരിച്ചടക്കുമ്പം എൻ്റെ പെട്ടിക്കകത്ത് ഇങ്ങനത്തെ ഒരു ബഡ്സിൻ്റെ ഒരു പെട്ടി മേടിച്ച് നീട്ടേക്കണം, ഒന്നും മറന്നു പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കടയിലത്തെ നേരത്തെ ഞാൻ ഇത് കടയിലത്തെ ചേച്ചി ഏത് സമയമുള്ളോ, ചേച്ചിയല്ല സോറി ചേട്ടൻ ഏത് സമയം ഈ ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഈ കിളികളുമായിരുന്നു. അപ്പം ചേട്ടൻ ഇപ്പോഴും പറയാം, എൻ്റെ സിന്ധു ഞാൻ മരിച്ച് എൻ്റെ അടക്കിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ ഒരു കെട്ട് പത്രം എൻ്റെ ഇതിനകത്ത് ഇട്ടേക്കണേന്ന്, എൻ്റെ പെട്ടിക്കകത്ത് ഇട്ടേക്കണേന്ന്. അപ്പോൾ ചേച്ചി ചേട്ടനോട് കളിയാക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർത്ത് കേട്ടോ ബഡ്സ് എത്തുമ്പോൾ. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സന്തോഷകരമായിട്ടുള്ള പഴയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മനസ്സിലിരിക്കുന്ന മെമ്മറികൾ നമുക്ക് സന്തോഷമുള്ളതാണെങ്കിൽ നമ്മൾ ഓർക്കും അല്ലേ. സങ്കടമുള്ളതാണ് നമുക്ക് ഓർക്കാൻ തയ്യാറാണോ? ഓർക്കാനേ ഇഷ്ടമില്ല അല്ലേ, ഓർക്കാനേ ഇഷ്ടമില്ല. മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് ഓർക്കാൻ താല്പര്യമില്ല. അത് ഓർക്കാത്തതാണ് നല്ലത്, മറക്കരുത്, പക്ഷെ ഓർക്കാത്തതാണ് നല്ലത് അല്ലേ. ഉള്ളിൽ വേണം പാഠമായിട്ട് അത്രേ. അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടീസൊക്കെ അടിച്ചിരുന്നേരം പോയി സിറ്റൗട്ടിലൊന്ന് ഇരിക്കാൻ പോവാണ്. വീഡിയോയുടെ കമൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടി കിച്ചണിലോട്ടൊന്ന് കയറി. കിച്ചണിൽ കയറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ കയറുന്നുണ്ട്, പിന്നെ ആവി വലിക്കാൻ കയറുന്നുണ്ട്. ആവി വലിയൊന്നും ഇതുവരെ മുടക്കിയിട്ടില്ല കേട്ടോ. ഇത് ആവി വലിക്കുന്നതാണ്. ചുക്കും തുളസിയിലയും ഇതെല്ലാം കൂടി ഇട്ട്, പിന്നെ വാഴയ്ക്കൊക്കെ ചീത്തയായിപ്പോയിരുന്നു. കുറേ ദിവസം കറി വെക്കാണ്ടിരുന്നപ്പോഴത്തേനും. പിന്നെ മത്തങ്ങയും വൻപയറും കൂടെ എരിശ്ശേരി വെക്കാമെന്ന് ഓർത്ത് ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചു. ചേട്ടായുടെ പോർക്ക് കറി അവിടെ ഇരിപ്പുണ്ട്. ചോറ് വെച്ചു. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്കമീൻ. ഇവന് ഞാൻ വെള്ളത്തിൽ ഇട്ടാണ് കേട്ടോ. ചേട്ടാ അവൻ്റെ ഒന്ന് വറുത്താൽ മതി ഇടീന്ന്. അപ്പോൾ ഇവനെ ഒന്ന് വെട്ടി വറക്കാൻ പോകട്ടെ. ഇന്ന് സത്യമായിട്ട് എനിക്ക് വിശപ്പൊക്കെ തോന്നാൻ തുടങ്ങി. 4-5 ദിവസമായിട്ട് വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണക്കമീനൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി മത്തങ്ങ എരിശ്ശേരിയും ഇച്ചിരി ചോറും ഇച്ചിരി ഒരു ഉണക്കമീൻ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇവനെ കൂടെ ഞാനൊന്ന് വെട്ടി സെറ്റാക്കി വറക്കട്ടെ കേട്ടോ. ദൈവമേ, കുറച്ച് ദിവസം കൂടി എൻ്റെ ചെടികളൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അന്ന് കെട്ടും വിറക്കും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി ഇച്ചിരി ഒഴിച്ചു പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അന്ന് ചേട്ടായി ഉണ്ടായിരുന്ന ഒരു ദിവസം ഇച്ചിരി നീറ്റാക്കി ചാക്കിയതാണ്. പിന്നെ മുറ്റത്തൊക്കെ കളവുല്ലിയൊക്കെ ചേട്ടായി അടിച്ചിട്ടുണ്ട് കേട്ടോ. സജി അവിടെ കല്ലടിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പം മുറ്റം എല്ലാം ഒന്ന് തൂത്തുവാരി സെറ്റാക്കി. വലിയ ചപ്പും കാര്യങ്ങളും ഇല്ല കണ്ടോ. അങ്ങനെ പൂവിൻ്റെ ഒക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോഴത്തേനും വീഴുന്നേ ഉള്ളൂ. മഴയില്ലെന്ന് വിചാരിച്ചു, പക്ഷെ മഴ ചാറി ഇങ്ങനെ ഒരു സൈസിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ വേനൽക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉടനെ ഒന്നും നടക്കില്ല. ഇനി മഴക്കാലം കഴിയാതെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല. ഇച്ചിരി മുമ്പേ വരെ ഒരു ശകലം വെയിൽ വന്നേ, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പരിവായി കണ്ടോ. നല്ല മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി, നല്ല ഉണക്കമീൻ വറുത്ത് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് അവനങ്ങോട്ടൊന്നും മുരിഞ്ഞ് കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ, വേണമെങ്കിൽ ലേശം മുളക് പൊടിയും കൂടെ തൂളി കൊടുക്കാം കേട്ടോ. ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ തീ ഓഫാക്കുന്നതിന് മുമ്പേ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, വത്തലമുളക് ഇട്ടാം. എന്താ ഒരു അന്തസ്. നല്ല ഉണക്കമീനും സമ്മന്തിപ്പൊടിയും പയറും മത്തങ്ങയും ചോറും. ഞാനൊരു കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ, കാരണം കഴിച്ച് നോക്കട്ടെ കേട്ടോ. കുറേ ദിവസമായിട്ട് ഫുഡൊക്കെ കഴിക്കാതിരുന്നട്ടെ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. തലയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്നും പറയണ്ട. ഒരു പരി പിടിച്ചപ്പോഴത്തേക്ക് ഈ പരുവായി. അപ്പോൾ വേറെ വല്ലതും ആരംഭിക്കലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ശകലം ചോറും മത്തങ്ങക്കറിയും കൂടി ഇങ്ങനെ വയ്ക്കുക. ഒരു ഇച്ചിരി ചമ്മന്തിപ്പൊടി എടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കുക. ഈ മീനിൻ്റെ ഒരു ഇച്ചിരി ദേശം എടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കുക. ഈ വത്തലമുളക് ഉണ്ടല്ലോ ഇങ്ങനെ കറുമുറാന്ന് കടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് നെഞ്ചരിച്ചിട്ടുണ്ടാവും, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ചേട്ടാ ഇങ്ങനെ നല്ല മുരിഞ്ഞിരിക്കല്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കറുമുറാന്നില്ല. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെയൊക്കെ ഞാൻ തിന്നുമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ നെഞ്ചരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. തിന്നിയല്ല നോക്കട്ടെ. ഒരു ശകലം കുടിച്ച് ഇതിൻ്റെ കൂട്ടി വയ്ക്കുക. നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം. അപ്പം അങ്ങനെ വെക്കുക. എന്നിട്ട് പൊളി കേട്ടോ. പൊളിയെന്ന് വെച്ചാൽ പൊളി. എനിക്ക് 3-4 ദിവസമായിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ചോറ് കായ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ചോറേലും കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അസുഖവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കഴിപ്പിനോട് ഏറ്റവും വലിയൊരു മടുപ്പാണ്. ഇച്ചിരി ശകലം ചുട്ടിയിട്ടുണ്ടെന്ന് തോന്നും, പക്ഷേ ഓവറായിട്ടും ചുട്ടിട്ടില്ല. എന്നെ കാണിച്ചാലും വണ്ണം കുറയില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പം കഴിഞ്ഞ ദിവസം വന്നിരുന്ന പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ചമ്മന്തിപ്പൊടിയായിരുന്നു കേട്ടോ. ചമ്മന്തിപ്പൊടി മാങ്ങാച്ചാറ് സൂപ്പറാമ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഞാനിതൊക്കെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കട്ടെ. കുറേ ദിവസത്തെ കേട് തീർക്കണ്ടേ.
അല്ലേ? അപ്പം നിങ്ങളായിട്ടും കഴിച്ചാണോ എന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. പതിയെ എല്ലാം ചെയ്ത് വറക്കി വന്നത്. ഒത്തിരി അങ്ങ് കിടന്ന് ഓടിപ്പട കൊടുത്തൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ചേച്ചിക്കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എല്ലാവരും തന്നെ വോയിസ് ഇട്ടാണെങ്കിലും വിളിച്ചാണെങ്കിലും ഒക്കെ നീ പനി കുറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരുന്നില്ല, നിന്റെ മുട്ടുകാർ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞ ചേച്ചിമാരുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ ഒരുമിച്ച് കോയമ്പത്തൂർ പോക്കും കഴിഞ്ഞ് വന്നിട്ട് അത്രയും ട്രാവൽ ചെയ്തത് പോരാൻ അതൊരു മടുപ്പാണ്. എന്നാലും പോട്ടെ, നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് സമ്മതിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപിടിച്ച് അലക്കവും തുടയ്ക്കുകയും തൂക്കുകയും എല്ലാം കൂടെ നീ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ടല്ലേ നിനക്ക് കിട്ടിയത്. അതുകൊണ്ട് ടൈം ടേബിൾ അനുസരിച്ച് ചെയ്തോണമെന്ന് പറഞ്ഞ് ചേച്ചിക്കുട്ടിയൊക്കെ ഉണ്ട്. ആരാണെന്ന് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാനാണല്ലോ ഇതൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു ചേച്ചിക്കുട്ടി പറഞ്ഞു, നമുക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വേറെ ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കണം, 100-500 രൂപ കൊടുത്താലും വേണ്ടിയില്ല, ആഴ്ച ഒരു ദിവസം അങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ആരെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ കിട്ടാൻ പാടാണ്, നമ്മുടെ നാട്ടുപുറത്തൊക്കെയാണ് കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും വാക്ക് എന്നോട് സ്നേഹ ബഹുമാനത്തോടെ നിങ്ങൾ എന്നോട് പറഞ്ഞേക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹവും ബഹുമാനത്തോടെ അതേപടി പാലിക്കുന്നു. കുറച്ച് പണിയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചോറിനോട്ട് വരട്ടെ. ഒരു വെയിൽ കണ്ടപ്പോഴത്തേനും ഞാനുണ്ടല്ലോ കമ്പിളിയൊക്കെ എടുത്ത് ഒന്ന് ഉണക്കാനായിട്ടിട്ടാ. അന്നേരം നീ കൊണ്ടോ ഭയങ്കര മഴക്കാർ. മഴ ചാർന്നുണ്ട്. ദൈവമേ, വന്ന് ജസ്റ്റ് മിസ് കേട്ടോ. അതേ മഴ ചാറിക്കഴിഞ്ഞ്. ദൈവമേ, നനഞ്ഞു പോയേനെ. ഇപ്പോൾ ഞാൻ സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചേ, എന്നിട്ട് എല്ലാം പിറകി ഇട്ടതായിരുന്നു കേട്ടോ സിറ്റൗട്ടിലോട്ട്. അപ്പം നീ കൊണ്ടോ കുനുകുനാ മഴക്കാലം തുടങ്ങും. ഈ ദിവസം കൂടി ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞ് കണ്ടു കേട്ടോ. കാർമേഘമൊക്കെ ഒന്ന് മാറി സെറ്റായി കണ്ടു കേട്ടോ. ദേ അവിടെ ഒക്കെ കണ്ടോ, ചെമ്മാനമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കടലിൽ മത്തി ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്നാ പറഞ്ഞേ, എല്ലായിടത്തും ഇങ്ങനെ ഇരിക്കുന്നത് ജൂൺ 1-ാം തീയതി മുതൽ മഴ പെയ്യുമെന്ന്. പക്ഷേ ജൂൺ 1-ാം തീയതി മുതൽ നമ്മുടെ നാട്ടിൽ മഴയില്ല കേട്ടോ. ഇങ്ങനെ ഇപ്പുണ്ട്. എന്നാലും അവിടുത്തെയൊക്കെ വെള്ളം അങ്ങോട്ട് ശരിക്കും താന്നിട്ടില്ല കേട്ടോ. അവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുമായിരുന്നു. എന്നാലും ഇന്ന് ആയപ്പോഴത്തേനും ഒരുമാതിരി ഒന്ന് തോർന്നൊന്ന് പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുമാതിരിയൊക്കെ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി മഴ പെയ്യുമെന്നറിയത്തില്ല. രാത്രി മഴ പെയ്താൽ കുളവാകും. അവിടെയൊക്കെ മഴക്കാറുണ്ട് ചെറുതായിട്ട് അവിടെയൊക്കെ. നോക്കാം അല്ലേ. ഇത് കണ്ടോ ഒരു സൂത്രം. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ കൃഷ്ണമോളുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ എന്നാ പറഞ്ഞേ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഈ സംഭവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാന്ന് പറഞ്ഞു കേട്ടോ. അത് മനസ്സിൽ ഓർത്തിരുന്നിട്ട് മേടിച്ചുകൊണ്ട് വന്നേക്ക് ഇന്ന്. എന്നാ പറയാനാ, ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? ഞാനാണേ മേടിക്കത്തില്ല കേട്ടോ, സത്യം പറയാം, ഞാൻ മേടിക്കത്തില്ല. ഇതുണ്ടോ ഇതിൻ്റെ വില. ഞാൻ വഴക്കുണ്ടാക്കിയേ. ഇപ്പോൾ എന്തിനാണ് ഇത് മേടിച്ചതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറയാം, ഒരു ഇഷ്ടമുള്ള സാധനം പറയുമ്പം അത് പിന്നെ മേടിച്ച് തരാനല്ല, പിന്നെ ഞാൻ എന്തിനാടി ജീവിച്ചിരിക്കുന്നത്? ആരും ഒന്നും മരിക്കുമ്പം കൊണ്ടുപോകുന്നില്ല. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കാൻ പോയിരിക്കുക. ഒരു ടിന്നിനകത്തിട്ട് പൊട്ടിച്ചിട്ട് വെച്ചു. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ 2-3 എണ്ണം വെച്ചെടുത്ത് കഴിച്ചോ കേട്ടോ എന്ന് പറയാം. എൻ്റെ ദൈവമേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. എനിക്ക് സത്യത്തിൽ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം കൊണ്ടുവരും എല്ലാവരും ഇഷ്ടം പോലെ ഇരുന്ന് തിന്നുമായിരുന്നു. ഇപ്പം നമുക്ക് അതിനുള്ള ഇതില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഞാൻ അന്ന് അവിടെ വർത്തമാനം പറയുമ്പോൾ അവരോട് ഇരുന്ന് പറഞ്ഞത് അത് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ഇപ്പം മേടിച്ചുകൊണ്ട് വന്നേക്കുക. അപ്പോൾ ഏതായാലും മേടിച്ചുകൊണ്ട് തന്നല്ലേ. 3-4 ദിവസം പനി പിടിച്ചിട്ട് ഒരു സാധനം തീറ്റ വേണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസമൊക്കെ ഒരു വന്നും കൊണ്ടൊക്കെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. വിശപ്പില്ല, വായിക്കാൻ മൊത്തം കയ്പൊന്ന് വെച്ച കയ്പായിരുന്നു. ഇതേപോലൊരു വഴിയൊക്കെ ആർക്കും വരാണ്ടിരിക്കട്ടെ. എൻ്റെ ദൈവമേ, ഇപ്പോഴും പുറത്തിനെല്ലാം വേദനയും അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോഴും എന്നാ പറഞ്ഞാലും ഇഷ്ടമുള്ള സാധനം കണ്ടപ്പോൾ 12 കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചേട്ടായി കുളിക്കുന്ന കൊണ്ട് കേട്ടോ വന്നില്ല. പൊട്ടിച്ച് വെക്കാൻ 5-6 ഇഷ്ടമുള്ള സാധനം ചേട്ടായിക്ക് ഇഷ്ടമുള്ള. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഉപ്പും. പക്ഷേ മോശം ക്വാളിറ്റിയൊന്നും വരാം കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. സൂപ്പർ. പാട്ടൊക്കെ പഠിക്കൊണ്ട് വരുന്നുണ്ട്. കൊണ്ടുവന്നപ്പോൾ വഴക്കുണ്ടാക്കി. ഇത്ര രൂപയുടെ സാധനം എന്തിനാ മേടിച്ചത്? വേണ്ടത് എന്തിനാ വിടുന്നത്?
അയ്യോ അതെ, എനിക്കറിയാവുന്ന ചേട്ടായി പറയുന്നത്. കാരണം ഞാനാണെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ പണ്ടും അതെ ഇപ്പോഴും അതെ, ഞാൻ വില നോക്കും എന്നിട്ട് പതി അത് അവിടെ തന്നെ വെച്ചിട്ട് വരും. ഒരു കണക്കിന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് അല്ലേ. നമുക്ക് ആവശ്യമുള്ള സാധനം ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചോണ്ട് നാളെ നമ്മൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. ആഗ്രഹം എല്ലാം നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ മേടിച്ച് തിന്നാൻ ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പം ഇങ്ങനെ കിട്ടുമ്പോഴും തോന്നുമ്പോഴും ഒക്കെ വാങ്ങിച്ച് കഴിച്ചോണം അല്ലേ. എന്നാൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് തീരെ കുറഞ്ഞ ക്വാളിറ്റിയൊന്നും അല്ല, നല്ല സൂപ്പറാണ്. വില കണ്ടപ്പോൾ ഞാൻ ചേട്ടായോട് ചോദിച്ചു എന്തിനാ ഇത് മേടിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ചേട്ടായി എന്നൊക്കെ ചോദിച്ചു. അതാ ചേട്ടായിങ്ങനെ പറഞ്ഞത്. എന്നാൽ പൊട്ടിച്ച് തരാം വാ. വരുന്നുണ്ട് കേട്ടോ, ചോറൊക്കെ എടുത്ത് റോളായിട്ടുണ്ട് വരുന്നുണ്ട്. കുളിച്ചല്ലേ സൂപ്പർ, താങ്ക് യു ചേട്ടായി. കൊണ്ടുവരുമ്പോൾ 2 വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും തിന്നപ്പോൾ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വിലയുള്ള സാധനം ഇത്. പക്ഷെ നമ്മൾ വിലയാണ് നോക്കേണ്ടത്. നമുക്ക് ആഗ്രഹമുള്ള സാധനം തോന്നുമ്പോൾ കഴിക്കുക. ചിലപ്പോൾ നാളെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് അന്നേരം മേടിച്ചു കൊടുത്തത്. അയ്യോ ഞാനിത് ചുമ്മാ ഇന്ന് കൃഷ്ണമോളോട് ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞതാണ്. അത് കേട്ടിട്ട് അത് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് കണ്ടേ. എന്നാലും ഇതേതാ ബാക്കിൽ നിന്ന് അത് എവിടെ നിന്നെങ്കിലും ആയിക്കോട്ടെ, സാധനം കിട്ടിയാൽ പോലെ. അപ്പം നിന്നാൽ അത് കുഴിയണേണ്ട കാര്യമില്ല. പൈസ ഞാനിപ്പം പറഞ്ഞത് എന്നാ ചോദിച്ചാൽ നമ്മൾ പൈസ നോക്കേണ്ട ഒരു സാധനത്തിനും നമുക്ക് ആഗ്രഹമുള്ള സാധനം എന്നാന്ന് വെച്ചാൽ അന്നേരം മേടിച്ചു നിവൃത്തി ഉണ്ടെങ്കിൽ മേടിച്ചു. നിവൃത്തിയില്ലേ നമുക്ക് പറ്റിയ കേട്ടോ ഉള്ള കാര്യം അത് അത്രേ ഉള്ളൂ. അതിപ്പോ ചേട്ടായുടെ ഒരു ദിവസത്തെ പണിക്കൂലിയാ അതിന്റെ. ആ സമയത്ത് ഞാനാണിപ്പോ ഈ കവറൊക്കെ എടുത്ത് നോക്കിയിട്ട് വില കടവ് വെച്ചിട്ടേക്ക് പോരും. തിന്നാൻ പറ്റിയല്ല. ഭയങ്കര ഇഷ്ടമുള്ള സാധനം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ഈ ആഗ്രഹിച്ച സാധനം കൊടുക്കാതെ വന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഞാനോ? അല്ലല്ല, അതെനിക്കുണ്ട്. അത് ഭയങ്കര ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു ഫീലിംഗാണ്. അത് അച്ഛനെ ഓണത്തിൻ്റെ സമയത്താണ്. അച്ഛൻ ഉത്രാടത്തിനാണ് മരിക്കുന്നത്. അപ്പം ഞാനൊന്ന് പിന്നെ റേഷൻ കടയിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന് പിന്നെ ഇതെല്ലാം സാധനം എല്ലാം മേടിച്ചു, എല്ലാ സാധനവും വീട്ടിലേക്കുള്ള സാധനം എല്ലാം മേടിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ അന്ന് ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ച് താമസിച്ചു പോയി. ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞില്ല അയിലക്കറി ഉണ്ട്, മറ്റേ അയിലത്തലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ ഉണ്ടതാ, നിങ്ങൾ ഉണ്ടോ? അപ്പം മണി 3 ഉണ്ടതാന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 4-4:30 ആയപ്പോൾ വേറെ ഒരു വഴിക്ക് പോയിട്ട് വന്ന് തിരിച്ചു വന്നപ്പോൾ സമയം പോയി, നല്ല മഴയോ. ഞാൻ പെട്ടെന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ബൈക്ക് കയറിയപ്പം അമ്പിളി എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കോട്ടൺ മേടിക്കണം. സത്യത്തിൽ കേട്ടോ, മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കില്ല, ഒരു കോട്ടൺ മേടിക്കണം. അപ്പം ഒന്ന് ഉത്രാടം. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യും, അപ്പം അച്ഛനാണെങ്കിൽ കപ്പയൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് ഉത്രാടമല്ലേ, നാളെ മേടിക്കാം. പൂരാടത്തിനാണ് സംഭവം. അപ്പം പിറ്റേ ദിവസം ഉത്രാടം ലോഡ്ജിൽ ഞാൻ റേഷൻ കട 8 മണി വരെ നിന്നിട്ട് പൈസ നമുക്ക് തികയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ലോഡ്ജും കൂടെ നോക്കും. ലോഡ്ജ് തൂത്തുവരോ ബാത്റൂം. അപ്പം ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക്, അന്നേരം എനിക്ക് ശമ്പളം കിട്ടിയില്ല. പിറ്റേ ദിവസം നമുക്ക് ചെയ്യാം, അച്ഛൻ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും കൊള്ളാം. പൂരാടത്തിൻ്റെ രാത്രി അച്ഛന് സുഖമില്ലാവുന്ന ഉത്രാടത്തിനൊന്നും മരിച്ചു. മേടിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അത് എപ്പോഴും ഒരു വേദനയോടെ ഇരിക്കുന്ന കാര്യമാണ് ചേട്ടായി. അച്ഛൻ അങ്ങനെ വലിയ മദ്യപാനിയൊന്നും അല്ലായിരുന്നു, പക്ഷെ ആഗ്രഹം കൊണ്ടെങ്ങാണ്ട് പിള്ളേരോടും അമ്പിളിയോടും അങ്ങോട്ട് പറഞ്ഞു. അത് അച്ഛനും അമ്പിളിയോട് പറഞ്ഞ ഒരു കോട്ടറും പപ്പയോട് ഒരു കോട്ടർ മേടിച്ചിട്ടുണ്ടാകാൻ പറയാൻ പറഞ്ഞു. ഞാൻ മേടിച്ച് കൊടുക്കുന്നു, വല്ലപ്പോഴും ഒരു കോട്ടറൊക്കെ മേടിച്ച് കൊടുക്കണം. ആഗ്രഹം പറയുമ്പോൾ ഞാൻ മേടിച്ച് കൊടുക്കും. അല്ലെ എന്നും മദ്യപിക്കുന്ന പാർട്ടിയോ ഒന്നുമില്ല. അപ്പോൾ അതന്ന് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു വിഷമമായിട്ട് കിടക്കുന്നു ഇപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഗ്രഹം ഉണ്ടോ കഴിച്ചോണം, അല്ലെങ്കിൽ പറ്റിയല്ല. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. ചേട്ടായിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ കാര്യം ഓർത്തപ്പോൾ സങ്കടം വന്നു. കാരണം അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ ചേട്ടായിക്ക് കാണപ്പെട്ട ദൈവങ്ങളെപ്പോലെ കാണാം കേട്ടോ. ഇപ്പോഴും അതെ, ഇപ്പോഴാണെങ്കിലും എവിടെ പോകാനായിക്കോട്ടെ, എവിടെ പോകാൻ ഒരുങ്ങി ഇറങ്ങിയാലും ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാതെ ചേട്ടായി പോകത്തില്ല. അത്ഭുതം തോന്നാറുണ്ട് എനിക്ക് ചില സമയങ്ങളിൽ. ഇത് കാരണം അവരാണ് എൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് ചേട്ടായി പറയും കേട്ടോ. ഇപ്പോൾ സങ്കടം വന്നു പെട്ടെന്ന്, അതുകൊണ്ട് ചേട്ടായി തന്നെ ഓഫാക്കിയത്. അതൊരു വലിയ വിഷമമായിട്ട് കിടക്കുന്നതാണ്. കാരണം ആ സമയത്ത് അച്ഛന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരുന്നതായിരുന്നു. പക്ഷേ അന്ന് ഇവർ പെങ്ങളും പെങ്ങളുടെ മോനും ഒക്കെ കൂടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്.
എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് 2, 3, 4, 8 വർഷം കൊണ്ട് കഴിഞ്ഞാൽ അവർ മാറിയത്. അപ്പം ആ മോന് പെട്ടെന്ന് രാത്രി എന്തോ ഇങ്ങനെ ഛർദിയായി. അച്ഛന് പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കൊച്ചുമക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ മോനിങ്ങനെ ഛർദ്ദിച്ച് അവശതയാണെന്ന് കണ്ടപ്പോഴത്തേനും അച്ഛനൊരു ടെൻഷൻ കയറിയതാണ്. അങ്ങനെ BP കൂടിയാണ് അച്ഛൻ മരിച്ചത്. പക്ഷെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ചേട്ടായി ആശുപത്രിയിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിറ്റേ ദിവസമോ 2 ദിവസം അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ കണ്ടാണ് മരിച്ചത്. അത് ചേട്ടായിക്ക് ഭയങ്കര ഒരു വേദന, ഇപ്പോഴും പറയുമ്പോഴത്തേനും കരയും, ഭയങ്കര വിഷമമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അവനവൻ്റെ സ്വന്തം അച്ഛനും അമ്മയുടെ അത്രയും വില വേറെ ആർക്കാണ് വരുന്നത്, ലോകത്ത് ആർക്കും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുമോ? അപ്പം പറഞ്ഞിട്ടൊരു വിഷമവും സങ്കടമൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് പോയി കിടന്നു കേട്ടോ. എന്താ പറയുക, എനിക്കൊരു വിഷമമായിപ്പോയി. വലിയ സത്യം പറഞ്ഞാൽ ചേട്ടായിയൊക്കെ അച്ഛനും അമ്മേനെയും പൊന്നു കണക്ക് നോക്കിയതിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും കേട്ടോ നമ്മളെ ഇപ്പോൾ നമ്മളാണേലും ഇപ്പോൾ പൊന്നു പോലെ നല്ല ഒരു കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആ കാരണവന്മാരുടെ ആത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ തന്നെയായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാച്ചനും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഒത്തിരി 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 കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ ചാച്ചൻ്റെ ഇതും ഞങ്ങളുടെ കൂടെ കാണും ഉറപ്പായിട്ടും. എന്തായാലും അവർക്കൊക്കെ നല്ല നിത്യശാന്തി കിട്ടട്ടെ എന്നൊക്കെ മനസ്സിൽ ഓർക്കും. എപ്പോഴും സമയം പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും മനസ്സിൽ ഓർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.